ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ തൃശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആൻഡ് എംപ്ലോയബിലിറ്റി സെന്ററുമായി സഹകരിച്ച് സംഘടിപ്പിച്ച മെഗാ തൊഴിൽ മേള പ്രയുക്തി 2025 ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫെനി എബിൻ വെള്ളാനിക്കാരൻ, കോളേജ് വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ വിജി, എംപ്ലോയ്മെന്റ് ഓഫീസർമാരായ ബിജു ടി ജി, സനോജ് കെ എസ് എന്നിവർ ആശംസകൾ നേർന്നു. ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ ആർ അശോകൻ സ്വാഗതവും ഷാജു ലോനപ്പൻ നന്ദിയും പറഞ്ഞു. ഫൈനാൻസിംഗ്, ഓട്ടോമൊബൈൽ, ഹെൽത്ത്, വിദ്യാഭ്യാസം, ഇൻഷുറൻസ്, മാർക്കറ്റിംഗ് എന്നീ മേഖലകളിൽ 45ഓളം കമ്പനികൾ പങ്കെടുത്ത തൊഴിൽ മേളയിൽ 605 ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു. 211 പേർ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുകയും 72 പേർ ജോലിക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. വ്യാപകമായ നിലയിൽ തൊഴിൽ മേളകൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിനകത്തും പുറത്തും പ്രവർത്തിക്കുന്ന വളരെ റെപ്യൂട്ടഡായ ഫേമസിലെ തൊഴിലവസരങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് യുവാക്കൾക്ക് ഏറ്റവും അധികം കൈത്താങ്ങ് നൽകുന്ന ഒരു സന്ദർഭമാണിത്. അഭ്യസ്ത വിദ്യയുടെ തൊഴിലില്ലായ്മ എന്ന പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്നതിന് വ്യത്യസ്തങ്ങളായ പദ്ധതികളും പരിപാടികളും തയ്യാറാക്കിക്കൊണ്ട് ഈ സർക്കാരിന്റെ കാലത്ത് 20 ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും എന്ന പ്രഖ്യാപനം സാക്ഷാത്കരിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് നമ്മുടെ സർക്കാർ. ഇതിന്റെ ഭാഗമായിട്ടാണ് വിജ്ഞാന കേരളം പദ്ധതി ലോഞ്ച് ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. തൊഴിൽ വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന ഗ്യാപ്പ് സ്കിൽ ഗ്യാപ്പാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വ്യാപകമായ വിധത്തിൽ സ്കിൽ എൻഹാൻസ്മെന്റിനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് സജീവമായി തന്നെ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ തുടരുകയാണ്. പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്കിൽ കോഴ്സിനടക്കം ക്രെഡിറ്റ് നൽകുന്ന സമീപനത്തോടെ സ്കിൽ എൻഹാൻസ്മെന്റ് നിർബന്ധമായും വേണ്ടതാണ് എന്ന കാഴ്ചപ്പാട് ഉൾച്ചേരുന്ന 4-year പ്രോഗ്രാം ആരംഭിച്ചിരിക്കുകയാണ്. 4-year പ്രോഗ്രാമിന്റെ ഭാഗമായി